നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം. 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 56. കടലിലെഴും തിര പോലെ കായമോരോന്ന് ഉടനുടനേറി ഉയർന്നമർന്നിടുന്നു. മുടിവിതിനെങ്ങിതു ഹന്ത മൂലസംവിത് കടലിലജസ്രവുമുള്ള കർമ്മമത്രേ. കടലും തിരയും. കവിത നിറഞ്ഞ ഒരു ഉപമയാണത്. കടലിനെ എന്തുകൊണ്ട് വെറുതെ കിടന്നുകൂടാ? അതെപ്പോഴും പതഞ്ഞു മറിയുന്നു. തിരകൾ ഒന്നൊന്നായി വരികയും അമർന്നു പോവുകയും ചെയ്യുന്നു. കടലിൽ തിരകൾ ഉണ്ടാകുന്നതുകൊണ്ട് വല്ലതും പുതിയതായി ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായെന്നും ഇല്ലെന്നും ഒപ്പം ഉത്തരം പറയാം. എന്തുണ്ടായി? മുമ്പില്ലാതിരുന്ന ഒരു തിരയുണ്ടായി, അത് ശരിയാണ്. എന്തുണ്ടായില്ല? കടലിലെ ജലത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല, അത് ജലമായി തന്നെ ഇരിക്കുന്നു, അതും ശരിയാണ്. വല്ലതും ഇല്ലാതാകുന്നോ? കണ്ടുകൊണ്ടിരിക്കുന്ന തിരകൾ ഇല്ലാതാകുന്നത് കാണാം. തിര ഉയരുന്നതിന് മുൻപും ഉയർന്നപ്പോഴും തിരികെ അമർന്നപ്പോഴും വെള്ളം മാത്രമാണുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒന്നും ഇല്ലാതായിട്ടില്ലെന്നും പറയാം. പിന്നെ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള പ്രതീതി എങ്ങനെയുണ്ടാകുന്നു? ജലം സാന്ദ്രമാണ്, അത് ചലിക്കുന്ന പ്രകൃതമുള്ളതാണ്. ജലപ്പരപ്പിൽ ചലനമുണ്ടായിരിക്കുന്നത് കൊണ്ട് ജലം വടിവുള്ളതായി കാണപ്പെടുന്നു, അത്ര തന്നെ. വിജ്ഞാനവാദികളുടെ അഭിപ്രായത്തിൽ ധർമ്മം എന്നു പറയുന്നതും കർമ്മം എന്നു പറയുന്നതും വേറെ വേറെയല്ല. തിരയെന്നു പറയുന്നത് ജലമായി കാണപ്പെടുന്ന എണ്ണമറ്റ സൂക്ഷ്മരേണുക്കളുടെ ചലനത്തിൻ്റെ സാമാന്യ ദൃശ്യമാണ്. അതിനെ ഒരേ സമയത്തു തന്നെ കർമ്മമെന്നും ധർമ്മം എന്നും പറയാം. തിര ഇല്ലാത്തത് കടലു മാത്രമാണുള്ളത് എന്ന് എങ്ങനെ പറയാം? തിര എന്ന് പറയുന്നത് സാപേക്ഷമായ ചലനത്തിൻ്റെ വ്യഷ്ടിഗതമായ ഭാവത്തെ പ്രത്യേകമായി എടുക്കുമ്പോൾ നാം അതിനു കൊടുക്കുന്ന പേരാണ്. കടല് തിരകളുടെ ആവിർഭാവത്തെയും തിരോഭാവത്തെയും കണക്കിലെടുക്കാതെ ജലത്തിൻ്റെ സാമാന്യ ദൃശ്യത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ്. രണ്ടിലും വാസ്തവമായിട്ടുള്ളത് ദർശനീയമായ ഒരു അസ്ഥിതയുടെ ഉണ്മ മാത്രമാണ്. തിരകൾക്ക് തുല്യമാണ് ശരീരങ്ങൾ. ചലനാത്മക സത്തയുള്ള നിരവധി രേണുക്കൾ ജലമായി കാണപ്പെടുന്നത് പോലെ ഈ ശരീരവും അനന്തകോടി അണുക്കളുടെ സംഘാതമാണ്. ഒറ്റ നോട്ടത്തിൽ അവ സ്ഥൂലമായും ആകാരവിശേഷമുള്ളതായും ദേശകാല പരിധിയുള്ളതായുമെല്ലാം കാണുന്നുണ്ട്. പ്രത്യേകം പേരിട്ട് വിളിച്ചു പോരുന്ന ഈ ശരീരങ്ങൾ ദ്രവ്യമായും ഗുണങ്ങളോടു കൂടിയതായും സാമാന്യ വിശേഷ ലക്ഷണങ്ങളുള്ളതായും സമവായ സംബന്ധങ്ങൾക്കിടം നൽകുന്നതായും അനേകം കർമ്മങ്ങളുടെ പരിണത രൂപമായും കാണപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ചേരുവയിലുള്ള ഓരോ സൂക്ഷ്മരേണുവിനെയും എടുത്തു നോക്കിയാൽ ഈ ലക്ഷണങ്ങൾക്കൊന്നിനും അതിൽ പ്രസക്തി ഉണ്ടായിരിക്കുന്നതല്ല. ഭൗതിക ദൃഷ്ട്യാ കുറെ കൂടി സൂക്ഷ്മതലത്തിലേക്ക് കടന്നു ചെന്ന് പരിശോധിച്ചാൽ കേവലമായ ഒരു ഊർജപ്രഭാവം മാത്രമേയുള്ളൂ. ശരീരത്തിൻ്റെ ബാഹ്യരൂപം സാപേക്ഷമായി മാത്രം സത്യമായിരിക്കുന്നത് പോലെയാണ് ശരീരിയെ എടുത്താലും. ഈ ശരീരത്തിൽ വസിക്കുന്ന ഒരാത്മാവുള്ളതുപോലെ പലരും വ്യക്തിപരമായ ചേതനയെയും
ബോധത്തെയും എണ്ണിപ്പോരാറുണ്ട്. ഏകവും നിരുപാധികവുമായ ഊർജത്തെ അലൗകികങ്ങളായും തരംഗങ്ങളായും സൂക്ഷ്മരേണുക്കളായും പരമാണുക്കളായും കോശങ്ങളായും ശരീരങ്ങളായും സമൂഹങ്ങളായും കാണുവാനിടയാക്കുന്ന ഉപാധി വിശേഷങ്ങൾക്ക് സമാനമായി അറിവിലും ഒട്ടേറെ സ്വാഭാവികത ഉണ്ടായി നാനാവിധ ധർമ്മങ്ങൾ ഉള്ളതുപോലെ കാണപ്പെടാം. ഇങ്ങനെ ആകപ്പാടെ നോക്കുമ്പോൾ വിശേഷധർമ്മം കൊണ്ട് കർമ്മജടിലമായിരിക്കുന്ന മായയും സമാനത കൊണ്ട് നിരുപാധികമായി കാണപ്പെടുന്ന ബ്രഹ്മവും എവിടെ ഒരുപോലെ സമ്മിളിതമായിരിക്കുന്നുവോ അതിനെ സംവിത്ത് എന്ന് പറയുന്നു. ശരീരങ്ങൾ ഒന്നൊന്നായി ഉണ്ടായി മറയുന്നതായാലും അറിവിൽ വ്യതിരിക്തമായ സോപാധിക വിഷയങ്ങൾ ഉണ്ടായി മറഞ്ഞു പോകുന്നതായാലും രണ്ടിനെയും സംവിത്ത് കടലിലുണ്ടാകുന്ന തിരമാലകളാണെന്ന് പറയാം. സംവിത്ത് കടലിലെ മുറിയാത്ത ഈ ചലനാത്മകത ആദ്യന്തവിഹീനമായ കർമ്മമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.